ആറുവരിപ്പാതയിൽ ലൈൻ ട്രാഫിക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ഇടതുവശത്തെ ട്രാക്ക് സ്ലോ സ്പീഡ് ട്രാക്കാണ്, അതായത് വേഗത കുറഞ്ഞ വാഹനങ്ങൾ ഇതിലൂടെയാണ് പോകേണ്ടത്. ഈ ലോറി പോകുന്നുണ്ടല്ലേ, ഇതുപോലെ ചരക്ക് വാഹനങ്ങളൊക്കെ ഈ ഇടതുവശത്തെ ട്രാക്കിലൂടെയാണ് പോകേണ്ടത്. ഏറ്റവും മധ്യഭാഗത്തെ ട്രാക്ക് ഹൈ സ്പീഡ് ട്രാക്കാണ്, വേഗത കൂടിയ വാഹനങ്ങൾ ഈ മധ്യഭാഗത്തെ ട്രാക്കിൽ കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്. ഓവർടേക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് അങ്ങോട്ട് തന്നെ മധ്യഭാഗത്തേക്ക് തന്നെ തിരിച്ചു കയറണം. ഈ സ്പീഡ് ട്രാക്കിലൂടെ ഓവർടേക്ക് ചെയ്തതിന് ശേഷം മധ്യഭാഗത്തേക്ക് തുടർന്ന് ഇനി യാത്ര ചെയ്യാം. മൂന്നാമത്തേത് ഡിവൈഡറിനോട് ചേർന്ന വലതുവശത്തെ ട്രാക്കാണ്, അതാണ് എമർജൻസി ട്രാക്ക്. ഇത് ഒഴിച്ചിടണം. അതിൽ ആംബുലൻസ്, ഫയർ സർവീസ് തുടങ്ങിയ എമർജൻസി വാഹനങ്ങളാണ് പോകേണ്ടത്. മധ്യ ട്രാക്കിലെ വേഗത കൂടിയ വാഹനങ്ങൾക്ക് ഏതെങ്കിലും കാരണത്താൽ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലത്തെ ട്രാക്കിൽ കയറി ഉടൻ മധ്യ ട്രാക്കിൽ എത്തി പോകണം. ഈ സമയം പുറകിൽ വാഹനമില്ലെന്ന് ഉറപ്പാക്കണം. ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം. നിരന്തരം വശങ്ങളിലെ കണ്ണാടികളിലും പുറകുവശം കാണുന്ന കണ്ണാടികളിലും നോക്കി ലൈനുകൾ നിരീക്ഷിക്കണം. ഏതെങ്കിലും കാരണത്താൽ ലൈൻ മാറേണ്ടി വന്നാൽ പുറകിൽ വാഹനമില്ലെന്ന് ഉറപ്പാക്കി ഇൻഡിക്കേറ്റർ വേണം ലൈൻ മാറേണ്ടത്. അപ്പോൾ എല്ലാ യാത്രക്കാരും പുതിയ ആറുവരിപ്പാതയിലൂടെ ലൈൻ ട്രാഫിക് ഫോളോ അപ്പ് ചെയ്ത് യാത്ര ചെയ്യുക. ഇപ്പോഴും പല ആളുകളും ലൈൻ ട്രാഫിക്കൊക്കെ കാറ്റിൽ പറത്തിയാണ് യാത്ര പോകുന്നത്. അത് ആറുവരിപ്പാതയിലൂടെ ചീറിപ്പാഞ്ഞ് പോവാണ് 100-ലും 80-ലും 120-ലൊക്കെ. അപ്പം ലൈൻ ട്രാഫിക് ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഈ ലോറി കണ്ടില്ലേ, ഇത് സെൻട്രലിലൂടെ മധ്യഭാഗത്തിലൂടെയാണ് പോകുന്നത്. മധ്യഭാഗത്തെ ട്രാക്ക് ഹൈ സ്പീഡ് ട്രാക്കാണ്. അപ്പോൾ ഈ ലോറി പോകുന്നത് കറക്റ്റാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലൈൻ ട്രാഫിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മധ്യഭാഗത്തെ ട്രാക്ക് ഹൈ സ്പീഡ് ട്രാക്കാണ്. വേഗത കൂടിയ വാഹനങ്ങളാണ് ഈ മധ്യഭാഗത്തെ ട്രാക്കിലൂടെ പോകേണ്ടത്. ഇടതുവശത്തെ ട്രാക്കാണ് സ്ലോ സ്പീഡ് ട്രാക്ക്. ഇതിലൂടെയാണ് വേഗത കുറഞ്ഞ വാഹനങ്ങൾ ഇടതുവശത്തെ ട്രാക്കിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ എന്തായാലും ലൈൻ ട്രാഫിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും.